അച്ഛൻ്റെ കൈ പണ്ട് കൂത്തുറമ്പ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ നോക്കിയിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കലാരംഗത്ത് വരും, 3 കാര്യങ്ങൾ ചെയ്യും, ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. അപ്പൊ അച്ഛൻ അയാളെ പുച്ഛിച്ചിട്ട് പോകുന്നതാണ്. കഴിവുള്ള 2 മക്കളുണ്ടാവും. അതിൽ ഒരുത്തനൊരു മണ്ടനായിരിക്കും. അതാണ് 3 കാര്യം. ഇപ്പൊ ഒരു സ്വിമ്മിംഗ് പൂളിൽ അജു ഇടം കുളിക്കാൻ പോവാണ്. പക്ഷെ വെള്ളമല്ലാതെ ഏത് ഒരു ലിക്വിഡ് അതിനകത്ത് ഇടണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിയർ. നല്ല ഉത്തരാണ്. ാണെങ്കിലോ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വന്നോട്ടെ എന്നായിരിക്കും. അല്ലല്ല, ആ ബിയർ ഒഴിച്ചു കൊടുക്കുന്നതിന് ഞാൻ നന്ദുട്ടിക്ക് മേക്കപ്പ് ഇടാൻ തരാറുണ്ടോ? കൺമഷി ഇഷ്ടല്ല. ഓക്കെ, അതെന്താ ഇഷ്ടമില്ലാത്ത? ഇഷ്ടമില്ലാത്തതുണ്ട്. ഇത് അതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. എല്ലാ സിനിമയിലും വള്ളി ഉണ്ടാക്കുന്ന ആള് എല്ലാ സിനിമയിലും വള്ളി ഉണ്ടാക്കും. ഇങ്ങനെ വള്ളി ഉണ്ടാക്കാത്ത ഒരു സിനിമയില്ല. മറ്റേ ഭീഷ്മപർവ്വത്തിലെ അച്ഛനായിട്ട് വന്നപ്പോ ഞാൻ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു, അയ്യോ ഇപ്രാവശ്യമെങ്കിലും പോസിറ്റീവ് ക്യാരക്ടർ ആയിരിക്കും. അത് ഒരിക്കപ്പോ തന്നെ ലോഹയ്ക്കകത്ത് സാത്താൻ. ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ആ പേഴ്സണൽ സന്തോഷം സത്യം ഇത് ആദ്യമായിട്ടല്ലേ എല്ലാവരുടെയും പഠിപ്പിക്കാനുള്ള എല്ലാ ഇതിലും ഉണ്ടാകും. 5.7 വേണ്ടേ ഹൈറ്റ്? ഉണ്ടല്ലോ, 5.7 ഉണ്ട് ഹൈറ്റ്. ഉണ്ട് ഉണ്ട്. നിന്നേ നിക്കണോ? നിക്കാതെ പിന്നെ ഹൈറ്റ് പരിപാടി എനിക്കറിയില്ല. ഞാൻ നോക്കി നിങ്ങളോട് വേറെ കാര്യം കാണുമ്പോ ചോദിക്കാന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാ. എമ്പുരാൻ പെർഫോമൻസ് പറഞ്ഞു കൊടുക്കുന്നു ഒബിയേട്ടാ. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോ ഇവള് എന്തിട്ടാണ് വിളിക്കുന്നത്. എങ്ങനെയുണ്ട് ഗായത്രി? ഒരു ചിൽഡ് ഔട്ട് ആളാണ്. കാരണം എനിക്കിഷ്ടമുള്ള കാര്യം ഈ പറഞ്ഞ പോലെ ഒരു നല്ല ബാഡ്മിൻ്റൺ പ്ലെയറാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നതിനേക്കാളും കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓടാൻ പറ്റുന്നത്. മച്ചാന് ശരിക്കും അല്ല, ഭയങ്കരമായിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി വേണം. ആ റോൾ മച്ചാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മച്ചാൻ കുറയ്ക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തുള്ള ജിമ്മിൽ അതിനോട് ചേർന്ന് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ പോയി കിടന്നുറങ്ങും. ചില സമയങ്ങളിൽ റെമ്യൂണറേഷൻ കുറഞ്ഞാലും സിനിമ ചെയ്യാം എന്ന് ചിന്തിക്കാറുണ്ട്. പിന്നെ ആണ്. സിനിമയല്ലേ വലുത്, അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത്. ஆக்சுவலி சார் திஷ்யம் மூவி நீங்க வந்து பண்ணியிருந்தீங்கல்ல, அந்த மாதிரி ரியல் லைஃப் இன்சிடென்ட் உங்களுக்கு இருக்குதா? நான் நிறைய பேரை கொண்டு முடிச்சு. Your favorite hobby? இது மாதிரி இன்டர்வியூஸ். ஓகே, அடுத்த क्वेश्चन. இதெல்லாம் क्वेश्चना? കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ഒരു പോയിന്റിലാണ് അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ബ്രില്യൻസ്, പോത്തട്ടൻ ബ്രില്യൻസ്. ആ ബ്രില്യൻസ് ഒന്നുമില്ല. You have a boyfriend? Yes. Who's that? ഈശ്വര, ഞാനിത് പബ്ലിക്കായിട്ട് നരൻ പാട്.
താങ്ക് യു ചേട്ടാ. അപ്പൊ ഒരു രാത്രി കൊണ്ട് കഥയെല്ലാം മാറി മറിഞ്ഞ ആ രാത്രി, എന്റെ ലൈഫേ മാറി മറിഞ്ഞ ഒരു രാത്രി. അച്ഛനാവാൻ ട്രൈ ചെയ്ത രാത്രിയായിരിക്കാം. ഈ ബൈചേട്ടന്റെ ഒരു പീക്ക് സമയത്തില് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്തതാണ് ഈ തട്ടിപ്പ് വേഷങ്ങൾ, ഉള്ളിലൊന്ന് വെച്ചിട്ട് വേറെ ഒന്ന് പ്രകടിപ്പിക്കുന്നത്. സിജു ആയാലും ശരി, ജോമാൻ ആയാലും ശരി, അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് പല പല സിനിമകളിൽ. ഇവർ രണ്ടുപേർക്കും അന്ന് ബൈചേട്ടൻ ചെയ്തതിനെ പോലെ ചെയ്യാൻ പറ്റുമെന്ന് കഴിവ് തോന്നിയിട്ടുള്ളത് ആർക്കാ? ഇവർ രണ്ടുപേരില്ല. ഞാൻ സത്യം പറയട്ടെ, ഇവ രണ്ടുപേരും അഭിനയിച്ച ഒരു സിനിമ ഞാൻ എതിരെ കണ്ടു. ഓക്കെ, സോ സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്, ശരിക്കും തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ധാരണകൾ നമുക്ക് തന്നെ പറ്റിയുള്ളത് മാറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വ്യക്തമായിട്ട് ധാരണകൾ വെച്ച് വരുന്ന തെണ്ടികളാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്നെ ഇഷ്ടമല്ല അല്ല. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലെ ഏറ്റവും നല്ല വില്ലത്തരങ്ങൾക്കുള്ള അവാർഡാണ് എനിക്ക് ആദ്യമേ കിട്ടിയത്. ദസറ അത് എവിടെയാ കിട്ടിയെന്നറിയോ? അങ്ങ് അബുദാബിയിൽ, ഇന്ത്യയിൽ പോലും വെച്ചിട്ടല്ല തന്നത്. അബുദാബി എവിടെയാന്ന് അറിയില്ല. അബുദാബി ഓക്കെ. അത് കഴിഞ്ഞിട്ട് ദേവരയില് വില്ലനാക്കാൻ പറ്റില്ല. അതെന്താന്നറിയോ? എന്തുകൊണ്ടാ? വേറെ വില്ലനുണ്ട്. അപ്പം എന്നെ ഒരു ക്യാരക്ടർ ഇന്ന് ഞങ്ങൾക്ക് സിനിമയ്ക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടി. യു സർട്ടിഫിക്കറ്റ്, യു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഡെഫിനിഷൻ അങ്ങനെ എന്തോ ആണല്ലോ. ഓക്കെ, വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം. ഞാൻ യു കാണാറില്ല. ഇപ്പോൾ എന്താ കാണുന്നത്? എല്ലാം. അയ്യോ, കണ്ട ടാസ്ക് വന്നപ്പോ ചേച്ചി സംസാരിക്കാൻ തുടങ്ങിയണ്ട. ഇനി പല കാര്യങ്ങളും ഞാൻ പുറത്തെടുക്കും. ഞാൻ ചോദിക്കണ്ട അമ്മൂമ്മയുടെ ചോദ്യം. ലുക്മാൻ സത്യത്തിൽ ആ ഒരു ഇടി കൊടുക്കാൻ തീരുമാനിച്ചത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതല്ലായിരുന്നോ? പറഞ്ഞു സത്യം പറ. ഞങ്ങൾ അത്ര നേരം പടം കണ്ടിട്ടില്ല, ഇവൻ എന്റെ ഏതിലോ പടം കണ്ടിട്ടില്ല. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറഞ്ഞു. എനിക്ക് അപ്പനെ അമ്മനെ അമ്മയുടെ പെറ്റാരാ? രണ്ടുപേരും ഒരേ സ്വരത്തിലാ മറുപടി തന്നിട്ട്. അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആരാ? ലാസ്റ്റ് ഒരു വീഡിയോയും കൂടി അജു ചേട്ടന് വേണ്ടി കാണിച്ചിട്ട് ഞാൻ പരിപാടി നിർത്തി പോവാണ്. പരിപാടി നിർത്തി പോകാൻ പറ്റി എന്തോ ഓർമ്മ വരുന്നത്.